ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് തേങ്ങ അരച്ച ഒരു മോരുകറി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമെന്ന്. ഇത് നമ്മൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ജീരകം അതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് 3 അല്ലി വെളുത്തുള്ളിയുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ജീരകം അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് അരച്ചെടുക്കാൻ. തേങ്ങ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല, പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ടൊമാറ്റോ അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അതും ചെറുതായിട്ട്, ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് പച്ചമുളക് 2 പച്ചമുളക്, ഇത് ചെറിയുള്ളി. ഇനി ഇതിനാവശ്യമുള്ള കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി അതിന് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ, പച്ചമുളകും എല്ലാം കൂടെ. ഇതിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾ പൊടി, തക്കാളി, ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ അരച്ച് വെച്ച തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അരപ്പൊന്ന് വെന്ത് കിട്ടണം. ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇതിലേക്ക് ഞാൻ ഈ മോരൊഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങ അരച്ച മോരുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.